മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ കുറെ അധികം വാക്കുകൾ അറിയാം, പക്ഷെ ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ പ്രോപ്പർ ആയിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കണം എന്നറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനെന്ന് പറയുന്നതിന് ഐ ആണെന്ന് അറിയാം, ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുകയാണെന്നും അറിയാം, നൈറ്റ് എന്ന് പറയുന്നത് രാത്രിയാണെന്നും അറിയാം. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചു എന്ന് എങ്ങനെ പറയണം എന്നറിയില്ല. സോ അപ്പൊ ഈ കുറെ വാക്കുകൾ അറിയാം, എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക്, കുറച്ച് വാക്കുകൾ മാത്രം അറിയാവുന്നവർക്കും സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, ഒത്തിരി വാക്കുകളൊന്നുമില്ല, വളരെ കുഞ്ഞു സെന്റൻസസ് ആണ്, കുഞ്ഞു സെന്റൻസ് ആണ്. ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അല്ലെ. ഇതിനകത്ത് എല്ലാ വാക്കുകളും നമുക്കറിയാം. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐ. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബുക്കാണ് അല്ലെ, ബുക്സ്. വായിക്കുക എന്നുള്ളതിന് എന്താ? വായിക്കാറുണ്ട് അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? നമ്മൾ റീഡ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആണോ? ഐ ബുക്സ് റീഡ്. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് നമ്മൾ കുറച്ചെങ്കിലും കേൾക്കാറുള്ളവർക്ക് തന്നെ അറിയാം, തെറ്റാണ്. ഇങ്ങനെയല്ല പറയുന്നത്. ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്നുള്ളതിന് ഇങ്ങനെയല്ല ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ എക്സാക്ട്ലി അതുപോലെയല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പക്ഷെ എന്നിട്ട് നമ്മൾ സെന്റൻസ് എങ്ങനെ തെറ്റിപ്പോയത്? കാരണം എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസസ് എഴുതുന്ന പോലെ അല്ല മലയാളത്തിൽ എഴുതുന്നത്. വാക്കുകളുടെ ഘടനയിൽ വ്യത്യാസമുണ്ട്, അതായത് വാക്കുകൾ അടുക്കുന്ന രീതി വ്യത്യാസമാണ്. ഇംഗ്ലീഷിൽ ഒരു രീതിയുണ്ട് സെന്റൻസിൽ വാക്കുകൾ എടുക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ നമ്മൾ വേർബ് എഴുതും, അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതും അല്ലെങ്കിൽ പ്ലേസ് എഴുതും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കാം, എന്താ ഈ സബ്ജക്റ്റ്, എന്താ ഈ വേർബ്, എന്താ ഈ ഒബ്ജക്റ്റ്? മൂന്ന് വലിയ വലിയ വാക്കുകൾ. നിങ്ങൾ ഈ വാക്കുകളൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അതായത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഇവിടെ ആരെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആരാ പ്രവൃത്തി ചെയ്യുന്നത്? ഈ വായിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്ന ആരാ? ഞാനാണ്. അപ്പൊ ഞാനാണ് അവിടെ സബ്ജക്റ്റ്. സോ ഐ. അങ്ങനെയാണ് നമ്മൾ ആദ്യ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഐ സബ്ജക്റ്റ് ആണ് എപ്പോഴും എഴുതുക. ഇപ്പൊ അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടെന്ന് പറയുകയാണെങ്കിൽ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? അവനെ പറ്റിയിട്ടാണ്. അപ്പൊ ആദ്യം എന്താ നമ്മൾ എഴുതുക? ഹി, അവനെന്ന് എഴുതും. ഓക്കെ, അവളാണെങ്കിൽ ഷീ, അവരാണെങ്കിൽ ദേ. അങ്ങനെയാണ് സെന്റൻസ് നമ്മൾ തുടങ്ങുക. ആരെ പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇംഗ്ലീഷിൽ 99% സെന്റൻസസും എന്തിലാ തുടങ്ങുക? സബ്ജക്റ്റിലാണ് തുടങ്ങുക. ഇനി അത് കഴിഞ്ഞാൽ എന്താ എഴുതാ? വേർബ് എഴുതും. എന്താ ഈ വേർബ്? ആക്ഷൻ വേർഡ്സ് എന്ന് പറയും. ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രവൃത്തി. അതായത് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ വേർബ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഓടുക, ചാടുക, ഉറങ്ങുക, നിൽക്കുക, ഇരിക്കുക, ചിന്തിക്കുക, പറയുക, വിഷമിക്കുക, കരയുക. ഇതൊക്കെ എന്താ? ഇതൊക്കെ വേർബാണ്. അതായത് നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇങ്ങനെ ശ്വസിക്കുക, കുളിക്കുക, നനയ്ക്കുക, സംസാരിക്കുക, വഴക്കുണ്ടാക്കുക, തർക്കിക്കുക, ഇതൊക്കെ എന്താണ്? ആക്ഷൻസ് ആണ്. നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വേർബ്? ഞാനെന്ന് പറയുന്നത് എന്തായാലും വേർബ് അല്ല, അതൊരു ആക്ഷൻ ആണോ? അല്ല. ഞാനെന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ല, അതൊരു വ്യക്തിയാണ്. ഇനി പുസ്തകങ്ങൾ, അതൊരു ആക്ഷൻ ആണോ? അല്ല. നമ്മൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്? അതൊരു വസ്തുവാണ്. ഇനി വായിക്കാറുണ്ട്, അതൊരു ആക്ഷൻ ആണോ? അതെ. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഉറക്കം വായിക്കുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ആക്ഷൻ ആണ് എന്ത്? വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വായിക്കുക എന്നുള്ളതാണ് വേർബ്. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഇവിടെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും സെന്റൻസ് തമ്മിൽ മാറുന്നത് എൻറ്റയർലി. അതായത് മലയാളത്തിൽ നമ്മൾ പ്രവൃത്തി ഏറ്റവും അവസാനം പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ രണ്ടാമത് പറയുന്നത് പ്രവൃത്തിയാണ്. മനസ്സിലായോ? അതായത് മലയാളത്തിൽ ആദ്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് എഴുതും, അതിനുശേഷം നമ്മൾ വേർബ് അല്ല പറയുന്നത്, മൂന്നാമത് അവസാനമാണ് നമ്മൾ മിക്കപ്പോഴും എന്ത് പറയാ? വേർബ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. ഇവിടെ എന്താ പ്രവൃത്തി? ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. എന്താ ഞാനിവിടെ ചെയ്ത പ്രവൃത്തി? എന്താ? കൂട്ടുകാരൻ്റെ പ്രവൃത്തിയല്ല, ഭക്ഷണം പ്രവൃത്തിയല്ല, 10 മണി പ്രവൃത്തിയല്ല. എന്താ പ്രവൃത്തി? കഴിച്ചു. അത് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. സോ മലയാളത്തിൽ പ്രവൃത്തി എവിടെയാ വരുന്നത്? അവസാനമാണ്, സെന്റൻസിന്റെ അവസാനമേ വരുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ആരാണ് പ്രവൃത്തി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ വരുന്നത് എന്താ? പ്രവൃത്തിയാണ്.
സോ ഐ റീഡ് എന്നേ വരുള്ളൂ. ഓക്കെ, ഐ ബുക്സ് എന്ന് വരില്ല. ആദ്യ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ വേർബ്. ഇനി അതിനുശേഷം എന്തിലാണ് പ്രവൃത്തി ചെയ്തത്? ഇവിടെ എന്തിലാണ് പ്രവൃത്തി ചെയ്തത്? എന്താണ് വായിച്ചത്? പുസ്തകങ്ങളാണ് വായിച്ചത്. അപ്പൊ അങ്ങനെ എന്തിലാണോ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിലാണോ നമ്മൾ ഇപ്പം ഞാൻ ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഞാൻ കുടിച്ചത്? എന്തിലാണ് എന്റെ പ്രവൃത്തി ചെയ്തത്? ഞാൻ ചായയിൽ. അപ്പൊ ചായയാണ് അവിടെ ഒബ്ജക്റ്റ്. ഓക്കെ, അതുപോലെ എന്തിലാണ് പ്രവൃത്തി ചെയ്തത്? ഇപ്പൊ എവിടെയെങ്കിലും പോയി വന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങോട്ടാണ് വന്നത്? സ്ഥലം, വ്യക്തികള്, അതൊക്കെയാണ് നമ്മൾ സെന്റൻസിന്റെ അവസാനം കൊടുക്കുന്നത്. എന്തിലാണ് പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അവനെ വിളിച്ചു. ആരെയാ ഞാൻ വിളിച്ചത്? അവനെ. അപ്പൊ അവനായിരിക്കും ലാസ്റ്റ് വരുന്നത്. ഓക്കെ, എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് അതാണ് സെന്റൻസിന്റെ അവസാനം വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ വരിക? പിന്നെ ആയിരിക്കും ടൈം എഴുതുക. സോ ഇപ്പൊ ടൈം വേണമെങ്കിൽ നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിൽ എഴുതാട്ടോ. പക്ഷെ എല്ലാ കേസിലും നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിൽ സമയം പറയാൻ പറ്റില്ല. അപ്പൊ ചിലർക്ക് ഈ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. തുടക്കത്തിൽ എഴുതണോ അവസാനം എഴുതണോ? പക്ഷെ അവസാനം എഴുതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ബിഗിനേഴ്സിന്റെ അടുത്തും സജസ്റ്റ് ചെയ്യുന്നത് സമയം നിങ്ങൾ ഏറ്റവും അവസാനം എഴുതിയാൽ മതിയെന്നാണ്. സോ ഐ റീഡ് ബുക്സ്. ഇപ്പം എല്ലാ ദിവസവും ഇവിടെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടെന്ന് എഴുതിയിട്ടുള്ളൂ. നമ്മളൊന്ന് ചെറുതായിട്ട് സെൻറ്റൻസ് മാറ്റുകയാണ്. എല്ലാ ദിവസവും എന്നാക്കാണെന്ന് വിചാരിച്ചോ. എല്ലാ ദിവസവും ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്നാണ് സെൻറ്റൻസ് എങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെ എഴുതും? ഐ റീഡ് ബുക്സ് എവ്രി ഡേ. എവ്രി ഡേ രണ്ട് സെപ്പറേറ്റ് വാക്കുകളാണ്. എവ്രി ഡേ എന്നുള്ളത് ഒരുമിച്ച് എഴുതരുത്. അപ്പോൾ എവ്രി ഡേ ഐ റീഡ് ബുക്സ് എന്ന് എഴുതുമ്പം ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. അപ്പം എപ്പോഴും നമ്മൾ സമയം അവസാനം പറയുന്നതാണ് കുറച്ചുകൂടി സേഫ്. സോ ഐ റീഡ് ബുക്സ് എവ്രി ഡേ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഈ സബ്ജക്റ്റും വേർബും ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് മിക്ക സിറ്റുവേഷനിലും വേർബ് ചെറുതായിട്ടൊന്ന് മാറും. ചിലപ്പം എക്സ്ട്രാ 2-3 വാക്കുകൾ വരും. ചിലപ്പോൾ വാക്ക് ചെറുതായിട്ടൊന്ന് മാറും. അങ്ങനെ വ്യത്യാസങ്ങൾ വരും, എക്സ്ട്രാ വാക്കുകൾ വരും. അപ്പം അതൊരു ബന്ധമുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സസിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. നമ്മൾ എപ്പോഴും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? സബ്ജക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വേർബാണ് കൊടുക്കേണ്ടത്. എന്താണ് വേർബ്? നമ്മൾ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, അവർ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അതാണ് വേർബ് എന്ന് പറയുന്നത്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും നമ്മൾ വേർബ് എന്നാണ് വിളിക്കുക. ഇനി അതിനുശേഷം എന്താ വരണ്ടേ? അവസാനം ഒന്നെങ്കിൽ ഒബ്ജക്റ്റ് വരണം, അതായത് എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥലം എഴുതണം, എവിടെയാണ് സംഭവം നടന്നത് അല്ലെങ്കിൽ നടക്കാറുള്ളത്. സ്ഥലം എഴുതാം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എഴുതാം. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് എഴുതാം. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഈ സെൻറ്റൻസ് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പം ഇവിടെ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ആരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്? അവരെ പറ്റിയിട്ടാണ് അല്ലേ? സോ അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം അത് ആദ്യം എഴുതണം. ഇനി അവരെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ? ദേ എന്നാണ് പറയാ. ഓക്കെ, ദേ എന്ന് വെച്ചാൽ അവർ. ഇനി ഇവിടെ അവർ ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പം അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പകരം നമ്മൾ എന്ത് പറയണം? അവര് കളിക്കാറുണ്ട് ഫുട്ബോൾ എന്ന് പറയണം. അവർ ഫുട്ബോൾ കളിക്കാറുണ്ടെന്നല്ല, അവർ കളിക്കാറുണ്ട് ഫുട്ബോൾ. സോ കളിക്കാറുണ്ട് എന്നെങ്ങനെ പറയാ? കളിക്കുക എന്നുള്ളതിന് എന്താ പറയാ? പ്ലേ പറയാ അല്ലെ? സോ ദേ പ്ലേ ഫുട്ബോൾ. ദേ പ്ലേ ഫുട്ബോൾ. കണ്ടോ? ആദ്യം വേർബ് വരണം, പിന്നെ അതിനുശേഷം മാത്രമേ എന്ത് വരാൻ പറ്റുള്ളൂ? നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മലയാളത്തിൽ നേരെ തിരിച്ചാ ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാ, ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് കളിക്കാറുണ്ട് ഫുട്ബോൾ എന്നാവും. വേറെ എക്സാമ്പിൾ പറയാം. ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ പറയും? ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഇതെങ്ങനെയാ പറയാ? ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? ഇവിടെ എന്നെ പറ്റിയിട്ടാണ്, ഞാനാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്. സോ ഐ ആദ്യം സബ്ജക്റ്റ്. ഇനി ഇവിടുത്തെ വേർബ് എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. പാട്ടെന്ന് പറയുന്ന ഒരു വേർബാണോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ പാട്ടുകൾ എന്ന് പറയുന്നത്? അല്ല. പക്ഷെ എന്താണ് ഇവിടെ വേർബ്? അപ്പം കേൾക്കാറുണ്ട്, അത് വേർബാണ് അല്ലെ? അപ്പൊ കേൾക്കാറുണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഇവിടെ പലർക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്.
ഹിയർ എന്നാണോ പറയാ അതോ ലിസൺ എന്നാണോ പറയാ, അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാമോ? ഏതാ പറയാ? നമ്മൾ ലിസൺ എന്നാണ് പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു കൊട്ടുകൊട്ടി, നിങ്ങൾ എല്ലാവരും അത് കേട്ടില്ലേ? അതിന്റെ കാരണം എന്താ? ഇപ്പം നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കേൾവി ശക്തി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലേ? പക്ഷേ ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കണം, അറിയണം എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത് ലിസൺ ആകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ശബ്ദം നമ്മുടെ ചുറ്റും നടക്കുകയാണ്, നമുക്ക് കേൾവി ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കും, കേട്ടേ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം കേൾക്കണം എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് അത് ലിസൺ ആവുന്നത്. പാട്ട്, സിനിമ, പോഡ്കാസ്റ്റ്, റേഡിയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സസ്, ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ലിസൺ ആണ് ചെയ്യുക. സോ ഐ ലിസൺ, പാട്ടൊക്കെ ലിസൺ ആണ് ചെയ്യുക. ഐ ലിസൺ ടു, എന്താണ് ലിസൺ ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഒബ്ജക്റ്റ്? എന്താ ലിസൺ ചെയ്യുന്നത്? പാട്ടുകൾ. സോ ഐ ലിസൺ ടു സോങ്സ്. ഇവിടെ ലിസണിന്റെ ഈ കഞ്ഞിയുടെ കൂടെ ഉപ്പെന്ന് പറയുന്നത് പോലെയാണ് ലിസണിന്റെ കൂടെ ടു. നമ്മളിപ്പം എന്തെങ്കിലും ശ്രദ്ധിക്കുന്ന കാര്യം പറയുവാണെങ്കിൽ അതിന്റെ കൂടെ ലിസൺ ടു വേണം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെങ്കിൽ ലിസൺ ടു മീ എന്ന് പറയണം. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കൂ, ലിസൺ ടു ദ ക്ലാസ്, ലിസൺ ടു ദ ടീച്ചർ, ലിസൺ ടു ദ സൗണ്ട്. അപ്പൊ അങ്ങനെ ലിസണിന്റെ കൂടെ ഉപ്പ് പോലെയാണ്, ഈ കഞ്ഞിയുടെ കൂടെ ഉപ്പ് പോലെയാണ് ലിസണിന്റെ കൂടെ ടു നിർബന്ധമാണ്. വെറുതെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ ഒന്നും ലിസൺ ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ലിസൺ ടു ചേർക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അറിയേണ്ട കാര്യം ഇത് മാത്രമാണ്. ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് അവരുടെ പേര് അല്ലെങ്കിൽ അവർക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക്. ഇപ്പം ഐ, ഞാനാണെങ്കിൽ ഐ, അവനാണെങ്കിൽ ഹി, അവരാണെങ്കിൽ ദേ, ആ വാക്ക് വേണം ആദ്യം പറയാൻ. ആരെ പറ്റിയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അതിൽ മെയിനായിട്ട് കാര്യം ചെയ്യുന്നത് ആ ആളുടെ പേര് വേണം ആദ്യം വരാൻ. അതിനുശേഷം എന്താണ് പ്രവൃത്തി അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഈ സബ്ജക്റ്റ് ചെയ്യുന്നത്, അതിപ്പോൾ എന്തും ആകാം, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യുന്ന എന്ത് പ്രവൃത്തി വേണമെങ്കിലും ആകാം, അതാണ് രണ്ടാമത് വരേണ്ടത്. അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വരേണ്ടത് ഒന്നെങ്കിൽ എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. ഇപ്പം ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ചായയാണ് ഒബ്ജക്റ്റ്. അതല്ല, പാട്ട് കേൾക്കുന്നു എന്ന് പറയാം, പാട്ടാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. പുസ്തകങ്ങൾ വായിക്കുന്നു എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ ഏത് സ്ഥലത്തിന്റെ പേരാകാം. ചിലപ്പം ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നു, അപ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഞാൻ നാളെ ദുബായിലേക്ക് പോകും, അപ്പോൾ ദുബായ് അവിടെ ഒരു സ്ഥലമാണ്, അതൊരു ഒബ്ജക്റ്റ് അല്ല. അപ്പോൾ ഒന്നുകിൽ സ്ഥലം അല്ലെങ്കിൽ എന്തിലാണ് പ്രവൃത്തി ചെയ്യുന്നത്, ആരിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മൾ അവസാനം കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മലയാളത്തിൽ സെന്റൻസസ് എഴുതുന്നതും ഇംഗ്ലീഷിൽ സെന്റൻസ് എഴുതുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആരെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ പേര് അല്ലെങ്കിൽ അതിന് പകരം യൂസ് ചെയ്യുന്ന വാക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനാണെങ്കിൽ ഐ, അവനാണെങ്കിൽ ഹി, അവരാണെങ്കിൽ ദേ, അവളാണെങ്കിൽ ഷീ, അങ്ങനെ. അല്ലെങ്കിൽ പേര്, ആളുകളുടെ പേര്, സ്ഥലത്തിന്റെ പേര്. അപ്പൊ എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്, ആരെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, എന്താണോ പ്രവൃത്തി ചെയ്യുന്നത്, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത്, അതായിരിക്കും സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായിരിക്കും സെന്റൻസിന്റെ തുടക്കം, ഫസ്റ്റ് നമ്മൾ എഴുതാം. അതിനുശേഷം മലയാളത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പം വേർബ് അല്ലെങ്കിൽ പ്രവൃത്തി ഏറ്റവും അവസാനമായിരിക്കും കൊടുക്കുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ രണ്ടാമത് ഈ സബ്ജക്റ്റ് ഇല്ലേ, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ്. ഇപ്പം ഉദാഹരണത്തിന്, ഞാൻ വായിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ, വായിക്കുക, അതാണ് രണ്ടാമത് വരിക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ, കുടിക്കുക, അതായിരിക്കും രണ്ടാമത് വരിക. സോ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേർബ് വരും. കണ്ടില്ലേ, ഐ റീഡ് ബുക്സ്, ഐ ബുക്സ് റീഡ് എന്നല്ല, ഐ റീഡ് ബുക്സ് എന്നാ വരിക. സോ വേർബ് ആയിരിക്കും രണ്ടാമത് വരിക. അതിനുശേഷമാണ് എന്തിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതാണ് നമ്മൾ അവസാനം പറയുക. അതായത് ഇപ്പം പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്തിലാണ് പ്രവൃത്തി, വായിക്കുക എന്ന് പറയുമ്പോൾ എന്താ വായിക്കുന്നത്, പുസ്തകങ്ങൾ. അപ്പം പുസ്തകങ്ങളായിരിക്കും അവിടുത്തെ ഒബ്ജക്റ്റ്. അതല്ലെങ്കിൽ നമ്മൾ പറയാണ് കത്തുകൾ എഴുതാറുണ്ട്, എന്താണ് എഴുതുന്നത്, കത്തുകൾ. അപ്പൊ കത്തുകളാണ് അവിടുത്തെ ഒബ്ജക്റ്റ്. സോ എന്തിലാണോ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ അത് എഴുതാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോവുക വരിക എന്നൊക്കെ പറയാറില്ലേ. ഫോർ എക്സാമ്പിൾ, ഞാൻ മാർക്കറ്റിൽ പോയി, അപ്പോൾ അവിടെ മാർക്കറ്റ് സ്ഥലവുമാകാം അവസാനം വരുന്നത്. ഒരു സ്ഥലമാകാം, ഒരു ഒബ്ജക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആകാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ അവനെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അപ്പൊ ആരെയാണ് വിളിക്കാറുള്ളത്, ആരിലാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അവനിലാണ്. സോ പേഴ്സണും ആകാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് സമയം പറയണമെങ്കിൽ പറയാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കാറുണ്ട് എന്നുള്ളത്
ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എവറിഡേ എവറിഡേ നമ്മൾ പറയില്ല. ഐ റീഡ് ബുക്സ് എവറിഡേ. ലാസ്റ്റ് നമ്മൾ ടൈം പറഞ്ഞാൽ മതി. അതിപ്പോൾ എവറിഡേ ആയാലും 7 o'clock ആയാലും ടുമോറോ ആയാലും നെക്സ്റ്റ് ഇയർ ആയാലും ഇതെല്ലാം എന്താ സമയമാണ്. അത് അവസാനം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യം സബ്ജക്റ്റ് എഴുതുക, പിന്നെ വേർബ് എഴുതുക, അതിനുശേഷം മാത്രം എന്താ ഒബ്ജക്റ്റ് എഴുതുക. ഓക്കെ, അതിനുശേഷം മാത്രം. അപ്പോൾ സിമ്പിൾ അല്ലേ? ഇതുപോലത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ്, നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ വെച്ചിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾ തന്നെ ഒന്ന് ഇംഗ്ലീഷിൽ ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ മലയാളത്തിൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്താലും പിന്നീട് ആ ട്രാൻസ്ലേഷൻ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾ 1-2 സെൻറ്റൻസസ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തോ, പിന്നെ മനസ്സിൽ തന്നെ ചിന്തിച്ച് ഇംഗ്ലീഷിൽ എഴുതി പോവുക. ഒരു 10 സെൻറ്റൻസസ് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ അത് പതിയും. ഓക്കെ, ഇങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പതുക്കെ സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാണ്. നിങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ കോമൻറ്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.